LDF-നോടും UDF-നോടും തന്നെയാണ്. മാറി മാറി ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ തന്നെ കഴിഞ്ഞ അടുത്തിടയ്ക്കുണ്ടായത് 61,000 വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ 61 ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇതിലെത്ര യുവാക്കളുണ്ട്, യുവത്വമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. കാരണം യുവാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഈ പുറത്തു പോവുകയാണ്. അവർക്ക് വേണ്ടി തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും വികസന പദ്ധതികൾ ഇതുവരെയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്നത്. രണ്ടാമത് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ PM ശ്രീ പദ്ധതി. ശരി, ആദ്യം മൈഗ്രേഷന്റെ വിഷയം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കൂ. ഏറ്റവും അധികം നിയമനം നൽകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. ഈ പറയുന്നത് പോലെ വലിയ മൈഗ്രേഷൻ ഇല്ല. മൈഗ്രേഷൻ ഉള്ളത് തന്നെ എന്താണ്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെല്ലാം കേരളം ആർജിച്ച ആ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിൽ നിന്ന് പോലും കാലിക്കറ്റ് കേരള സർവകലാശാലയിലേക്ക് കുട്ടികൾ പഠനത്തിന് വേണ്ടി എത്തുന്നു. എന്താണ് പ്രത്യേകത? അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എടുത്താണോ ഒരു കാര്യത്തെ അവലോകനം ചെയ്യുന്നത്? ഇവിടെ PM ശ്രീയെ കുറിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ട് കേരളത്തിൽ അത് നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. 2023 ഈ സംസ്ഥാനത്ത് നിന്ന് പുതുതായി വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 40,000-ലധികമാണ്. അങ്ങനെ പോകുന്ന കണക്ക് മാത്രം ഒരു വർഷം പുതുതായി പോകുന്ന കുട്ടികൾ മാത്രം ഒരു വർഷം കൊണ്ടുപോകുന്ന ഫീസ് ഇനത്തിൽ 8,000 കോടി മുതൽ 10,000 കോടി വരെ വിദേശത്തേക്ക് ഫീസ് ഇനത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. 2, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂട്ടായ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റിൽ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ശേഷം തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒളിച്ചുപോയി ഈ പദ്ധതി ഒപ്പിട്ട ആളുടെ പേരാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടി അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് മന്ത്രിസഭയിലെ സഹമന്ത്രിമാർ പിന്നീട് ചോദിക്കുമ്പോൾ പോലും ഒരക്ഷരവും മിണ്ടുന്നില്ല. മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ, വാർത്തകൾ പുറത്ത് വന്നപ്പോൾ അവസാനം ഗതി കെട്ടുകൊണ്ട് ഇത് സമ്മതിക്കേണ്ടി വന്നു. എവിടെയാണ് കൂട്ടുത്തരവാദിത്വം? കാരണം ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. അതാണ് ഇവിടുത്തെ ആരോപണം. ശരി, അതാണ് PM ശ്രീ വിഷയത്തിൽ ഒരു കാര്യം പറയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആ പണം മേടിച്ചെടുത്തിട്ടുണ്ട്. KC വേണുഗോപാലിന് കേരളത്തിലെ പാവപ്പെട്ടവൻ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജോൺ ബ്രിട്ടാസ് KC വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തെക്കുറിച്ച് മാത്രം BJPയുടെ പ്രതിനിധി സംസാരിച്ചു. എന്നാൽ BJPയുടെ തന്നെ കേന്ദ്രമന്ത്രി സഭയിൽ ഫ്ലോറിൽ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതിക്ക് മധ്യസ്ഥരായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം മനഃപൂർവ്വമായി മറക്കുകയാണ്. അവിടെയാണ് ഇവർ തമ്മിലുള്ള ബാന്ധവം നിലനിൽക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം, സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം.